ഇറാനുമായി ഏത് നിമിഷവും വലിയൊരു ആക്രമണം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന അമേരിക്ക ഇപ്പോഴിതാ കൂടുതൽ ബങ്കർ ബസ്റ്ററുകൾ വാങ്ങിക്കൂട്ടാനായി പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കൂടുതൽ ബങ്കർ ബസ്റ്ററുകൾ വാങ്ങാനുള്ള പദ്ധതി അമേരിക്ക തയ്യാറാക്കുന്നു. ഇറാനുമായി ഒരു സൈനിക സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനിടെയാണ് കൂടുതൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ സംഭരിക്കാൻ അമേരിക്ക തയ്യാറാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അമേരിക്ക ഇങ്ങനെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ സംഭരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇറാനിൽ വലിയ രീതിയിലുള്ള അലേർട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കുന്ന ബോംബുകളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ബോയിങ് കമ്പനിയുമായി ഇക്കാര്യത്തിൽ US വ്യോമസേന കരാർ ഒപ്പിടുകയും ചെയ്തു കഴിഞ്ഞു. 2025 ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഉപയോഗിച്ച ബോംബുകളാണ് US സൈന്യം വീണ്ടും വാങ്ങി സംഭരിക്കാൻ ഒരുങ്ങുന്നത്. ഇത് സൈനിക സംഘർഷം ആസന്നമായ എന്ന ഭീതിക്ക് ഇടയാക്കിയിട്ടുമുണ്ട്. പ്രഹരശേഷിയും സവിശേഷതയും ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള ആയുധങ്ങളിലൊന്നായ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ അഥവാ GBU-57 എന്ന ഭീമൻ ബോംബാണ് US വ്യോമസേന വീണ്ടും വാങ്ങുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ ഫോർദോ ആണവ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റിനെതിരെ B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് മുമ്പ് അമേരിക്ക ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഏകദേശം 13,000 കിലോഗ്രാമിലധികം ഭാരമുള്ള ഗൈഡഡ് ബോംബാണ് MOP. ഭൂമിക്കടിയിലുള്ള ശത്രുതാവളങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയുടെ കട്ടിയേറിയ സ്റ്റീൽ ആവരണം കാരണം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് പാറക്കെട്ടുകൾക്കിടയിലൂടെ 200 അടി ആഴത്തിൽ വരെ തുളച്ചു കയറാൻ സാധിക്കും. ഭൂമിക്കടിയിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ലബോറട്ടറികളും ബങ്കറുകളും തകർക്കാൻ മറ്റായുധങ്ങളെക്കാൾ കരുത്തും ശേഷിയും ഇവയ്ക്കുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു പരമ്പരാഗത ആയുധമാണെങ്കിലും ഇതിന്റെ സ്ഫോടക വസ്തുക്കളുടെയും അളവും പ്രഹരശേഷിയും വളരെ വലുതാണ്. തുളച്ചു കയറിയ ശേഷം മാത്രമേ ഇത് സ്ഫോടനം നടത്തുകയുള്ളൂ. സാധാരണയായി US വ്യോമസേനയുടെ B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകളിൽ നിന്നാണ് ഈ ബോംബുകൾ വർഷിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ അത്യാധുനിക ആയുധം നിർമ്മിക്കുന്ന ഏക കമ്പനി ബോയിങ് ആയതിനാലാണ് മറ്റ് ടെൻഡറുകൾ വിളിക്കാതെ അവർക്ക് തന്നെ കരാർ നൽകിയതെന്ന് വ്യോമസേന വ്യക്തമാക്കുന്നുണ്ട്. കരാർ വൈകുന്നത് സേനയുടെ യുദ്ധസജ്ജതയെ ബാധിക്കുമെന്നതുകൊണ്ടാണ് ഈ നീക്കം. $100 ദശലക്ഷം ഏകദേശം 830 കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി പ്രകാരം 2028 ജനുവരി മുതൽ ബോംബറുകൾ കൈമാറി തുടങ്ങും. അമേരിക്കയുടെ ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡന്റിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാനും തന്ത്രപ്രധാനമായ യുദ്ധപദ്ധതികൾക്ക് പിന്തുണ നൽകാനും ഈ പുതിയ ശേഖരം അത്യാവശ്യമാണെന്ന് US പ്രതിരോധ സേന ഇപ്പോൾ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ പരമാവധി 20 GBU 57 ബോംബുകളാണ് US കരുതലായി സൂക്ഷിച്ചു വെക്കുക എന്നാണ് പറയാറുള്ളത്. എന്തായാലും ഈ ബോംബറുകൾ അത്യധികം പ്രഹരശേഷിയുള്ളതാണ് എന്ന് പറയാനുള്ള ഒരു കാരണം ഇസ്രായേൽ അടക്കം ഇത് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ തകർക്കാനായി, നസറുള്ള അടക്കം തകർക്കാനായി, കൊല്ലാനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മുമ്പിലുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടാണ് ബങ്കറിലിരിക്കുന്ന നസറുള്ളയെ അന്ന് ഇസ്രായേൽ തീർത്തത് എന്നുള്ളത് അന്നത്തെ കാലത്ത് വലിയ വാർത്തയായിരുന്നു. അങ്ങനെയാണ് ഈ ബോംബുകളെ കുറിച്ച്, ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളെ കുറിച്ച് സാധാരണക്കാർ പഠിച്ചു തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക്.